ഈ 850 സീറ്റിലേക്ക് മണ്ഡല പുനർനിർണയം കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു തന്ത്രമാണ്. അവിടെ 543 വേണമെങ്കിൽ ഇവർക്ക് വനിതാ ബില്ല് നടപ്പിലാക്കാം, വനിതാ സംവരണം നടപ്പിലാക്കാം. പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല. 850 നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 850 ആദ്യം നടപ്പിലാക്കണം, എന്നിട്ട് വേണം അതിനകത്ത് വനിതാ സംവരണം നടപ്പിലാക്കാൻ. അത് തന്നെ ഒരു ഇരട്ടത്താപ്പാണ് എന്നുള്ളത്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വനിതാ സംവരണം നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ 540 നടപ്പിലാക്കൂ എന്നുള്ള കാര്യം വെല്ലുവിളിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 850 എന്ന് പറയുന്നത് അത് രണ്ട് ബില്ലും ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് പാർലമെൻറ്റിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ മണ്ഡല പുനർനിർണയവും ഈ പറഞ്ഞ വനിതാ സംവരണവും. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, ആ അർത്ഥത്തിൽ അതിനെ ട്രീറ്റ് ചെയ്താൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല. നിങ്ങൾ 540 നടപ്പിലാക്കൂ, ഇന്ത്യയിൽ നിങ്ങൾ 540 നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ BJP കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വനിതാ സംവരണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നത്തെ കോൺഗ്രസിന് നേരിടാൻ കഴിയത്തില്ല. കാരണം 70 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് 74 MP മാത്രം മതിയോ എന്നുള്ള ചോദ്യത്തിനകത്ത് വലിയ ബുദ്ധിമുട്ട് നേരിടും. അപ്പം അത് അങ്ങനെ BJPക്ക് അങ്ങനെ ഒരു ആംഗിളും ഇല്ല കേട്ടോ. ഈ 540 ആൾക്കാരിൽ 31% അല്ലെങ്കിൽ 40% വനിതകൾ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം BJPക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന 16 പേരെ അല്ലല്ലോ മത്സരിപ്പിക്കേണ്ടത്. നമ്മളിപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒരു പകച്ചു നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. ആ നിൽപ്പ് എന്ന് പറയുന്നത് അവർക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടല്ല, ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്.